ಮೆಯ್ಯಗಲ್ಲೇ ಎನ್ನ ಚೊಳಲ್ಲೇ
பாமா பாமா கம்மன் சிங்கு குயின தேடி வந்தான் கிங்கு டைலா டைலா பிப்பி டும்மு மாலை மாத்தி போடுவீங்க கோல்டன் ஸ்பாரோ என் நெஞ்சில அரோ நீ இல்லாத லைஃப் ரொம்ப சோரோ மாஸ்டாப் சோரோ நம்ம பையன்தான் ஹீரோ சிங்கிங் டூயட் வேற யாரோ கப்பல் கப்பல் கோலு என்ன சொன்னல சுத்தின கோலு என்னது என்னன்னு கேளு நீ வந்தா ஆளு திரும்பி திரும்பின்னு உனக்கு இதுல சுத்தின நீனு இது நிக்குது லைனு நீ மினுக்குற மூணு கோல்டன் ஸ்பாரோ என் நெஞ்சில அரோ நீ இல்லாத லைஃப் ரொம்ப சோரோ மாஸ்டாப் சோரோ நம்ம பையன்தான் ஹீரோ சிங்கிங் டூயட் வேற யாரோ மேடெல்லாம் மஞ்சி
എല്ലാവരും സുഖമായിരിക്കുന്നോ? ഹാപ്പി മോർണിംഗ്. ഇവിടെ ഗുഡ് മോർണിംഗ് ഇല്ല എന്ന് നേരത്തെ പറഞ്ഞു. ഉള്ളി ഹാപ്പി മോർണിംഗ്. ഓക്കെ. പിന്നെ ഇങ്ങനെ ഒരു ചടങ്ങിൽ എന്നെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചതിന് വളരെയധികം സന്തോഷം ചേട്ടാ. താങ്ക് യു സോ മച്ച്. ചേട്ടനെ ആദ്യമായിട്ട് പരിചയപ്പെട്ടത് നമ്മുടെ ഒരു ആഡിന് വേണ്ടിയില്ല, വർഷ അറിയാലോ. അപ്പോൾ ഒരു ആഡിന് വേണ്ടി അങ്ങനെ പരിചയപ്പെട്ട് പിന്നെ അതിനുശേഷം ഇപ്പോൾ ഗസ്റ്റ് ആയിട്ട് തന്നെ വിളിച്ചു. താങ്ക് യു സോ മച്ച്. പിന്നെ ചെറുതായിട്ട് ലേറ്റ് ആയിപ്പോയി, എന്നോട് ക്ഷമിക്കണം. അത് ഞാൻ മാപ്പ് ഇട്ടാ വന്നു, അപ്പോൾ ചെറുതായിട്ടൊന്ന് ചുറ്റിയിട്ടാണ് വന്നത്, അതുകൊണ്ടാണ്. ഓക്കെ. പിന്നെ എല്ലാവർക്കും ഉപ്പുമുളക് ഇഷ്ടമാണോ? ആണ്. അതിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ ആരാ? വിഷ്ണു. ഇപ്പം അതിനകത്ത് 3 വർഷമായിട്ടുണ്ട്. പക്ഷെ ഇടയ്ക്ക് എപ്പോഴും എന്നെ റിപ്പീറ്റ് വരുന്നതുകൊണ്ട് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആവാറ് ഞാൻ ഇടയ്ക്ക് കയറി എന്നൊക്കെ. പക്ഷെ ആ വഴിയാണെങ്കിൽ ആൾക്കാർ എന്നെ അതിൽ കൂടി കാണുമ്പോൾ സന്തോഷമാണ്. കാരണം ഇപ്പം അതിനുശേഷം ഞാൻ ബിഗ് ബോസിൽ കയറി. അപ്പോൾ നമ്മൾ എൻ്റെ ഉയർച്ചയുടെ ഒരു മെയിൻ ഭാഗമാണ് ഉപ്പുമുളകും. അപ്പോൾ അതിനോട് വളരെ സന്തോഷമുണ്ട്. പിന്നെന്താ, ഞാൻ ചെറിയൊരു കഥ പറയാം. എൻ്റെ മുടിയുടെ ഒരു കഥയാണ്. ഞാൻ വേറെ കുറച്ച് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഈ മുടി വളർത്തിയതിൻ്റെ ഒരു കഥ. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ സ്കൂളിൽ 10th +1 ഒക്കെ ആയപ്പോഴാണ് ഞാൻ മുടി വളർത്താൻ തുടങ്ങിയത്. ആ സമയത്ത് ഇത്രയൊന്നുമില്ല. ഇത്രയൊക്കെ വെച്ചിട്ട് ആ സ്കൂളിൽ ഇരുത്തില്ല, ചവിട്ട് പുറത്താക്കും. അപ്പോൾ ഇത്തിരി മുടി ഉണ്ടായിരുന്നു. പക്ഷെ അത് തന്നെ എൻ്റെ ചുരുണ്ട മുടിയല്ലേ, എനിക്ക് ഉള്ളത് വെച്ചല്ലേ വളർത്താൻ പറ്റത്തുള്ളൂ. അത് ഇത്തിരി വളർന്നുമ്പോൾ തന്നെ അവിടെയുള്ള മിസ്സുമാർക്ക് ആർക്കും ഒന്നും വലിയ ഇഷ്ടമോ ഒന്നുമില്ല. പക്ഷെ ഞാൻ പഠിച്ചത് നമുക്ക് എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ പാത്തുണ്ട്. ഇതിപ്പോൾ പറയേണ്ട ആവശ്യമില്ല. ഞാനിത് 5-6 വർഷം മുതലേ ഞാൻ ഇനോഗ്രേഷൻസിൽ എവിടെയും കോളേജിൽ എവിടെ പോകുമ്പോഴേ പറയണതാണ്. ഇപ്പോൾ അത് മാറി. ഇപ്പോൾ സോഷ്യൽ മീഡിയ, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അത് എങ്ങനെ യൂസ് ചെയ്യണം, ഏതൊക്കെ രീതി യൂസ് ചെയ്യണം. മുന്നേ ഒരു 5-6-7 വർഷം മുന്നേ ആർക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ ആർക്കും ഇപ്പോൾ ഒരാൾ ഡോക്ടർ ആയിക്കോട്ടെ, ഡാൻസർ ആയിക്കോട്ടെ, ടാറ്റു ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, കണ്ടന്റ് ക്രിയേറ്റർ ആയിക്കോട്ടെ, നമ്മുടെ പാഷൻ ഫോളോ ചെയ്യുക. അപ്പോൾ ഞാൻ മുടിയുടെ കാര്യം വിട്ടു. മുടിയെന്ന് ഞാൻ ഇഷ്ടമല്ല, വെട്ടണം. ഞാനിത് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ വളർത്തി. ഇപ്പോൾ പബ്ലിക്കിൽ ബസ്സിലൊക്കെ കയറി നടക്കുമ്പോഴാണെങ്കിലും അടുത്തുള്ള ആൾക്കാരൊക്കെ, ഞാൻ ബസ്സിൽ പബ്ലിക്കിൽ പണ്ട് ഒരു 10-15 വർഷം മുന്നേ നടക്കുമ്പോൾ പെട്രോൾ ഉണ്ടോ, തീപ്പെട്ടി ഉണ്ടോ, ഇങ്ങനത്തെ കുറേ ചോദ്യങ്ങളാണ്. കാരണം മുടി ഇങ്ങനത്തെ ആണല്ലോ. പക്ഷെ ഞാനതൊന്നും കേട്ടില്ല. ഞാൻ ഇതിൽ കൂടി കേട്ടു. കാരണം അവരല്ലല്ലോ നമുക്ക് ചലഞ്ച് തരുന്നത്, നമ്മളല്ലേ. അപ്പം നമ്മുടെ പാത്ത് ഏത് പാഷനാണെങ്കിലും അത് നല്ല പാത്താണെങ്കിൽ അത് നമ്മളെ ലക്ഷ്യസ്ഥാനത്തിൽ എത്തിയിരിക്കും. അതിൽ ഫുള്ളായിട്ട് ട്രസ്റ്റ് ചെയ്യുക, അത് ഏത് പാഷനാണെങ്കിലും. ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച്.
in the eyes of none of us. I do it for all of my people now. But they done everything that I love. Yeah, on everything that I love. Yeah, ain't nothing that comes above. Now we go from angry and mad to happy and glad to find a solution for us. We go from sorry and sad to ready to grab our weapons and get to the front. I want the money to pass.
ഇതാണ് വാട്ടർ പ്യൂരിഫയർ. ഇതിന് 4 സ്റ്റെപ്സ് ആണുള്ളത്. ഒന്നാമത്തത് പെബിൾസ്, രണ്ടാമത്തത് ചാർക്കോള്, മൂന്നാമത്തത് സ്റ്റോണ്, നാലാമത്തെ കോട്ടൺ. ഇതിൻ്റെ മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു കോട്ടൺ ആണ്. നമ്മൾ ഈ ചെളിവെള്ളം ഒഴിക്കുമ്പോൾ ഇതിലൂടെ ഈ വെള്ളം കടന്ന് ലാസ്റ്റ് ക്ലിയർ വാട്ടറായിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യും. നമ്മുടെ ഗ്രാമങ്ങളിലും ഇതൊക്കെ ആയിട്ട് ചെളിവെള്ളം വരുന്നത് നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ അത് ക്ലിയർ വാട്ടറായിട്ട് കിട്ടുന്നില്ല. അതിനാൽ പക്ഷേ ഈ വാട്ടർ നമ്മൾ ശുദ്ധമായിട്ടുള്ള വാട്ടർ നമുക്ക് കുടിച്ച് എല്ലാം പ്രോസസ്സിൽ നമുക്കിപ്പോൾ കുടിക്കൽ എല്ലാം നമുക്ക് ശരിയാക്കാം. ഇത് പെബിൾസ്, ഇത് ചാർക്കോളും ഒരു ഇതിൽ തന്നെ പ്രോസസ്സാണ്. പിന്നെ ഇത് സ്റ്റോൺ, ഇത് കോട്ടൺ ആണ് നമുക്ക് ഈ ചെളിവെള്ളം മിക്കതിലും 50% പ്രോസസ്സ് ചെയ്യുന്നത്. പിന്നെ ചാർക്കോൾ നമ്മൾ ഈ മരങ്ങൾ കത്തിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന കനൽ നമ്മൾ ഉണക്കി കഴുകി കിട്ടുന്ന സാധനമാണ് ചാർക്കോൾ. ഇത് ഫയർ എക്സ്റ്റിങ്ക്വിഷറാണ്. ഇപ്പോൾ ഇത് ഇവിടെ ഫ്ലെയിം സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തീ സെൻസ് ചെയ്തിട്ട് തീ കെടുത്തു. അതാണ് ഇത് ലങ്സാണ്. ഈ ബലൂൺ വലിക്കുമ്പോൾ ഇത് ഇൻഹെയിൽ എക്സെയിൽ മാറ്റി ലിക്വിഡില്ല. ഇത് എയർ മാത്രം വെച്ച് വർക്ക് ചെയ്യണം. സോ നമ്മൾ ന്യൂക്ലിയർ പവർ ഹൗസ് എന്ന് പറഞ്ഞ വർക്കിംഗ് മോഡലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് നമ്മൾ വെള്ളം വെച്ചിട്ടാണ് കേരളത്തിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ വെള്ളത്തിന് നമുക്ക് എത്ര കാലം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട്, വാട്ടർ സ്കേഴ്സിറ്റി എല്ലാം വരുന്നുണ്ട്. ആൻഡ് വളരെ തുച്ഛമായ ഒരു ഇലക്ട്രിസിറ്റിയാണ് വെള്ളത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് നമുക്കിത് ഫ്യൂച്ചറിലോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോഴാണ് ന്യൂക്ലിയർ പവർ ഹൗസ് എന്ന് പറഞ്ഞ ഐഡിയ നമ്മൾ കൊണ്ടുവരിക. ഇത് തമിഴ്നാട്ടിലും ഇന്ത്യയിൽ 3% ഉപയോഗിക്കുന്നുണ്ട്. അത് ഇതിൻ്റെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സാണ്. ആ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ യുറേനിയം എന്ന് പറഞ്ഞ വളരെ എക്സ്പ്ലോസീവ് ആയിട്ടൊരു എലമെൻറ്റിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് അതിൽ നിന്നൊരു മാസീവ് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഹീറ്റ് എനർജി വെച്ചിട്ട് നമ്മൾ ടർബൈൻ കറക്കി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ മെയിൻ പ്രോസസ്സ്. ആൻഡ് ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഇത് 0 കാർബൺ എമിഷനാണ് റിലീസ് ചെയ്യുന്നത്. ഒട്ടും എർത്തിനെ പൊല്യൂട്ട് ചെയ്യുന്നില്ല, വളരെ എക്കോ ഫ്രണ്ട്ലി ആണ്. ഇത് കേരളത്തിൽ വരികയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ ഒക്കെ എമൗണ്ട് കുറയും. അതാണ് നമ്മുടെ Trigonometry is a branch of mathematics that deals with the angles and sides of a right angle triangle, and we are showing up the application of trigonometry in our real life. This is a model of Qutb Minar, and it's a device used to measure the angle. So ഇതിപ്പോൾ 77 യൂണിറ്റ്സ് ഗ്രൗണ്ടിൽ നിന്ന് ഹൈ ആണ്. ദ സെയിം ഡിസ്റ്റൻസ് ആണ് ഇതും. സെയിം ഹൈറ്റ് ആണ് ഇതും ഗ്രൗണ്ടിൽ നിന്ന്. സോ ഇത്രയും 77 യൂണിറ്റ്സ് ആണ്. Then we are showing the values. So then balance അതിൻ്റെ ഹൈറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ ആംഗിൾ നോക്കുവാണ്. ഇതിപ്പോൾ 45 ഡിഗ്രിയാണ്. tan 45 is equal to 1. Then tan എന്ന് പറഞ്ഞ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. സോ ഓപ്പോസിറ്റ് സൈഡ് ഇക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് നമുക്ക് കിട്ടും. ഇവിടെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 52 യൂണിറ്റ്സ് ആണ്. സോ 52 യൂണിറ്റ്സ് അഡ്ജസൻറ്റ് സൈഡ് ആകുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് 52 ആവും. സോ ഇത് 52 ആവും. സോ 52 + 77 129 യൂണിറ്റ്സ് കിട്ടും. അങ്ങനെ ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് മെഷർ ചെയ്യാം. അല്ലാതെ ഈ കുത്തബ് മിനാർ പോലത്തെ മോണുമെൻറ്റ്സിൻ്റെ മെഷർ ഇമ്പോസിബിൾ ആയിട്ട് കാര്യമാണ്. ദ സെയിം മെത്തേഡ് വി ആർ യൂസിങ് ടു മെഷർ ദി ഡിസ്റ്റൻസ് ഓഫ് എ വെഹിക്കിൾ. ലൈറ്റ് ഹൗസിൽ നിന്ന് ഒരു ഷിപ്പിൻ്റെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനും
ദെൻ സർവേയേഴ്സ് ഹിമാലയത്തിൻ്റെ ഹൈറ്റ് മെഷർ ചെയ്യാനും അതുപോലെ തന്നെ എയ്റോപ്ലെയിനിൻ്റെ ഹൈറ്റും ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനും പൈലറ്റ്സും അതുപോലെ ഗ്രൗണ്ട് സ്റ്റാഫ് യൂസ് ചെയ്യുന്ന സെയിം മെത്തേഡാണ്. സോ ട്രിഗ്നോമെട്രി ഇസ് എ പവർഫുൾ ടൂൾ ഇൻ അവർ ഡെയിലി ലൈഫ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു. അപ്പോൾ ഇവിടെ ഞങ്ങൾ എനർജി എഫിഷ്യൻറ്റ് സ്മാർട്ട് സിറ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യമായിട്ടുള്ളത് സോളാർ പാനലാണ്. സോളാർ പാനൽ എന്ന് പറയുന്നത് സൺലൈറ്റിന് ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ എപ്പോഴും ഈ സോളാർ പാനൽ സണ്ണിനൊരു ഫിക്സ്ഡ് പൊസിഷനിലായിരിക്കും ഫോക്കസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ സണ്ണിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് ഇതിൻ്റെ എഫിഷ്യൻസി കുറഞ്ഞായിരിക്കും വരിക. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ സോളാർ ട്രാക്കർ യൂസ് ചെയ്യുന്നത്. സോളാർ ട്രാക്കർ എന്ന് പറയുന്നത് എവിടെയാണോ സൺലൈറ്റ് കൂടുതൽ ആ ഡയറക്ഷനിലോട്ട് റൊട്ടേറ്റ് ചെയ്യുകയും എഫിഷ്യൻസി 30 to 40% വരെ ഇൻക്രീസ് ചെയ്യും. ഇനി പിന്നെ ഉള്ളത് ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റ് സെൻസേഴ്സാണ്. അപ്പോൾ ഇത് രാവിലെ ആകുമ്പോൾ തന്നെ ഓഫ് ആവും, രാത്രി ആകുമ്പോൾ തന്നെ ഓൺ ആവും. അപ്പോൾ ലാർജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി നമുക്കിതിൽ സേവ് ചെയ്യാൻ പറ്റും. സോ ഇതിൽ വേസ്റ്റേജ് വരുന്നില്ല, അതുപോലെ തന്നെ മാനുവൽ കൺട്രോളിൻ്റെ ആവശ്യമില്ല. പിന്നെ വരുന്ന സ്മാർട്ട് ഡസ്റ്റ്ബിൻ ആണ്. ഇതിന് ചുറ്റും സെൻസേഴ്സ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇത് തനിയെ നിറയും, ഇത് ഡിറ്റക്ട് ചെയ്യും. അപ്പോൾ ഒരു റിംഗിങ് സൗണ്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യും. ഇത് അലേർട്ട് സിസ്റ്റം പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫോണിൽ ഇത് കണക്ട് ചെയ്യാൻ പറ്റും. സോ സാനിറ്റേഷൻ വർക്കേഴ്സിന് വന്ന് ഇത് ക്ലീൻ ചെയ്യാനും ഈ സിറ്റി വളരെ ഹൈജീനിക് ആയിട്ട് കീപ്പ് ചെയ്യാനും പറ്റും. പിന്നെ വരുന്നത് വിൻഡ് ടർബിൻ ആണ്. ഇത് വിൻഡ് എനർജി ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ഈവൻ ഇഫ് വിൻഡ് സ്പീഡ് കുറവാണെങ്കിലും ഇത് വർക്ക് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വെർട്ടിക്കൽ ബ്ലേഡിൻ്റെ ഷേപ്പ് കാരണമാണ്. കോമ്പാക്റ്റബിൾ സൈസും അതുപോലെ ലോ നോയ്സും കാരണം ഇത് സിറ്റിക്ക് വളരെ സ്യൂട്ടബിൾ ആണ്. പിന്നെ വരുന്നത് EV ചാർജിങ് സ്റ്റേഷനാണ്. ഇലക്ട്രിക്കൽ വെഹിക്കിൾസിന് ചാർജിങ് ഫെസിലിറ്റിയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഗ്രീൻ റൂഫാണ്. ഗ്രീൻ റൂഫ് എന്ന് പറയുന്നത് റൂഫിൽ പ്ലാന്റ്സ് നമ്മൾ നട്ട് വളർത്തുമ്പോഴാണ് ഗ്രീൻ റൂഫ് എന്ന് പറയുക. ആൻഡ് അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ബിൽഡിങ്ങിനെ വളരെ കൂളായിട്ട് ഇത് കീപ്പ് ചെയ്യും. സോ എയർ കണ്ടീഷണേഴ്സിൻ്റെയൊക്കെ യൂസ് നമുക്ക് കുറയ്ക്കാനും പറ്റും. താങ്ക് യു. തിരുത്തുപ്പള്ളി സെൻറ്റ് മേരീസ് സ്കൂളിൽ ഈ തവണ നമ്മൾ നടത്തിയ എക്സ്പ്ലോർ 2025 വളരെ മനോഹരമായി നടന്നു. നമ്മുടെ എത്രയും സ്നേഹം നിറഞ്ഞ ഋഷി ആണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. നമ്മുടെ എല്ലാ വർഷവും നമ്മൾ നടത്താറുണ്ട് നമ്മുടെ സയൻസ് എക്സിബിഷൻ. കുട്ടികളുടെ ഈ പഠനം അത് നമ്മുടെ പഠനം മാത്രമല്ല, അത് പ്രാക്ടിക്കലിലൂടെ പഠിക്കുക, അതിനെക്കുറിച്ച് അറിവ് നേടുക എന്നുള്ളതിനാണ് ഇതുപോലെ ഒരു പ്രോഗ്രാം നടത്തിയത്. KG കുട്ടികളാണ് ഇപ്പോൾ ഇവിടെ ഈ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ വളരെ നല്ല സുന്ദരമായ ഒരുപാട് ഐറ്റംസ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇതിനകത്ത് വന്ന് പങ്കെടുക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ എക്സിബിഷൻ മരിയൻ കാർണിവൽ എക്സിബിഷൻ നടത്തി സെൻറ്റ് മേരീസ് താമരച്ചാൽ സ്കൂളിൽ വെച്ച്. അവിടെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടാൻ നമ്മുടെ സ്കൂളിന് സാധിച്ചു. അത് അഭിമാനകരമായ ഒരു നേട്ടമാണ്. അതും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരും ഇതിനകത്ത് വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. കുട്ടികളുടെ പാരൻസിന് ഗെയിംസ് ഇവിടെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ കുട്ടികൾ, സീനിയർ കുട്ടികൾ നടത്തുന്ന ഫുഡ് കോർട്ടുകൾ ഉണ്ട്. ഈ ഫുഡ് കോർട്ടിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമ്മൾ ചാരിറ്റിക്ക് വേണ്ടിയാണ് നടത്തുന്നത്. എന്തായാലും എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായം കൊണ്ട് ഇവിടെ വളരെ ഭംഗിയായിട്ട് ഈ പ്രോഗ്രാം നടത്താൻ പറ്റി. ഇതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ച ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്, പാരൻസ് ഉണ്ട്. എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇവിടെ പറഞ്ഞല്ലോ, ഞാൻ ഗസ്റ്റായിട്ടാണ് വന്നത്. അപ്പോൾ അതിൽ ചേട്ടനോട് ഞാൻ താങ്ക്സ് പറയണു. അതുപോലെ തന്നെ ഇവിടുത്തെ പിള്ളേരൊക്കെ അടിപൊളിയാണ്, ഉഷാറാണ്. കറക്റ്റ് ക്രിയേറ്റീവ് ഡേയിലാണ് വന്നത്. എക്സിബിഷൻ സമയത്ത് എല്ലാം അല്ലേ അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അപ്പം ഫുഡ് ഞാൻ പാനിപ്പൂരി കുറച്ച് 2-3 പ്ലേറ്റ് അധികം തട്ടി കൊള്ളാം. എന്താ അല്ലേ, പാനിപ്പൂരി പ്രത്യേകിച്ച് വെള്ളം കൊള്ളാം. ഞാൻ പാനിപ്പൂരിയുടെ ആളാണ്. അതുകൊണ്ട് കുട്ടികളായിട്ട് +2 കുട്ടികളാണ്, അല്ലെങ്കിൽ 9th തൊട്ട് +2 വരെയുള്ള കുട്ടികളാണ് ഈ ഫുഡ് കോർട്ടെല്ലാം ഉണ്ടാക്കിയത്. അറിയുമ്പോൾ എനിക്കൊരു സാൻഡ്വിച്ചും റോൾ ചെയ്ത് തന്നായിരുന്നു. ഓക്കെ, കണ്ടിട്ടുണ്ട്.